ബഹിരാകാശ റോബോട്ടിക്സ് രംഗത്ത് പുതിയ ചരിത്രം എഴുതിയിരിക്കുകയാണ് ഇന്ത്യ. സ്പേഡെക്സ് ദൗത്യത്തിനൊപ്പം വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ റോബോട്ടിക് ആം പ്രവർത്തനം ആരംഭിച്ചു. റോബോട്ടിക് റീഫ്യൂലിംഗ് മിഷൻ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്ന യന്ത്രക്കൈയുടെ വീഡിയോ ISRO സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചു. ബഹിരാകാശ മാലിന്യങ്ങളെ പിടികൂടാൻ വേണ്ടിയാണ് ഈ യന്ത്രക്കൈ ISRO വികസിപ്പിച്ചത്. ലോകരാഷ്ട്രങ്ങൾ ഈ കാലത്തിനിടയിൽ എത്രയെങ്കിലും ബഹിരാകാശ മാലിന്യങ്ങൾ അവരുടെ ഗവേഷണങ്ങളുടെയും പര്യവേഷണങ്ങളുടെയും ഭാഗമായി ബഹിരാകാശത്ത് ഉപേക്ഷിച്ചിരിക്കുന്നു. അത് വലിയ രീതിയിലുള്ള മാലിന്യ പ്രക്രിയയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ നടപടി വേണമെന്ന് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ബഹിരാകാശ പരിസ്ഥിതി പ്രവർത്തകരുമെല്ലാം നിരന്തരമായിട്ട് ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഈ നീക്കം വലിയ രീതിയിലുള്ള ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ബഹിരാകാശ ഗവേഷണ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ബഹിരാകാശ റോബോട്ടിക് ആം അഥവാ കൈ ആയി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ബഹിരാകാശത്ത് ഇത് മറ്റ് രാജ്യങ്ങളടക്കം അതേപോലെ തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ബഹിരാകാശത്ത് നടത്തിയിട്ടുള്ള ഗവേഷണ പര്യവേഷണങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുകയും പിന്നീട് കാലപ്പഴക്കം വന്ന് ഉപേക്ഷിക്കുകയും ചെയ്ത് ബഹിരാകാശത്ത് കറങ്ങി നടക്കുന്ന അനാവശ്യ വസ്തുക്കളെയെല്ലാം ശേഖരിച്ച് ഒരു ക്ലീനിങ് പ്രോസസ്സ് നടത്തുക എന്ന പ്രക്രിയയാണ് ഇത് ആത്യന്തികമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോബോട്ടിക് റീഫ്യൂവലിംഗ് മിഷൻ ടെക്നോളജി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ ഡെമോൺസ്ട്രേറ്റർ എന്ന യന്ത്രക്കൈയുടെ വീഡിയോ ആണ് ISRO ഇന്ന് ലോകത്തെ മുഴുവൻ ബഹിരാകാശ പര്യവേഷണ രംഗത്തെയും വ്യക്തിത്വങ്ങളിലേക്ക് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ബഹിരാകാശത്തെ മാലിന്യങ്ങളെ പിടികൂടുന്നതിന് വേണ്ടിയാണ് ഈ യന്ത്രക്കൈ ISRO വികസിപ്പിച്ചിരിക്കുന്നത്.